ഈ ലോക്കറ്റ് കൊള്ളാലോ. ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ഇനി ഇതായിരിക്കോ ഗംഗേന്റെ ബർത്ത്ഡേക്ക് തരാൻ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ്? അയ്യോ, ഇതല്ലേ കാണാതെ പോയത്. ഏതായാലും ഗംഗയെ കാണിക്കാൻ അപ്പ അറിയാലോ. ആ, ഗംഗേ. എന്താ മാളു? ഇത് കണ്ടോ? ഇതല്ലേ ഗംഗ എനിക്ക് തരാൻ വാങ്ങിയ ഗിഫ്റ്റ്. ഇത് മാളൂന് എവിടെന്നാ കിട്ടിയത്? പൂജാമുറിയില് ശ്രീ മഹേശ്വരന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കാണാതിരുന്നതാ. പൂജാമുറിയിലോ? അതെ. അപ്പൊ ഇത് തന്നെയാണല്ലേ എന്റെ ഗിഫ്റ്റ്? പക്ഷേ ഇത് അന്നവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നല്ലോ, അതല്ലേ ഞാൻ എടുത്തോണ്ട് വന്നത്. ഇത് തൽക്കാലം എന്റെ കയ്യിലിരിക്കട്ടെ. മാളൂന് ഞാനിത് പിന്നെ തരാം. ശരി ഗംഗേ. മാളു പോയി കളിച്ചു. എന്നാലും ഈ ലോക്കറ്റ് എങ്ങനെയാ അവിടെ വന്നത്? ആരാ ഇതവിടെ തിരികെ വെച്ചത്? ഗൗരി ചേച്ചി, ചേച്ചി. ഗംഗ എന്നെ വിളിച്ചിരുന്നോ? വിളിച്ചു ചേച്ചി. നമ്മൾ മാളുവിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി അന്ന് റെഡിയാക്കി പൂജിച്ചു വെച്ച ലോക്കറ്റ് കാണാതെ പോയില്ലേ? അത് തിരിച്ചു കിട്ടി. തിരിച്ചു കിട്ടിയോ? അതെങ്ങനെ? മാളുവിനാ ഈ ലോക്കറ്റ് കിട്ടിയത്. ഇത് പൂജാമുറിയില് ശ്രീമഹേശ്വരന്റെ ഫോട്ടോയ്ക്ക് മുന്നിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അത് ആദ്യം കാണാതെ പോയതല്ലേ? അതെ ചേച്ചി, ഈ ലോക്കറ്റ് ആരും അന്ന് എടുത്തതാ. നമ്മൾ വെച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോ പൂജാമുറി തന്നെ കൊണ്ട് തിരിച്ചു വെച്ചത്. അങ്ങനെയാണെങ്കിൽ പണ്ട് ഞാൻ വെച്ച ലോക്കറ്റും എടുത്തത് അതേ ആള് തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അയാളെ കണ്ടുപിടിക്കാനാണല്ലോ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലോക്കറ്റ് ഉണ്ടാക്കി വെച്ചത് തന്നെ. പക്ഷേ നമ്മുടെ കണ്ണു വെട്ടിച്ച് അതവിടെ നിന്ന് എടുക്കാനും തിരിച്ചു വെക്കാനും അയാൾക്ക് സാധിച്ചു. അതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്തായാലും ഈ വീട്ടിലുള്ള ആള് തന്നെ ആവാനാ സാധ്യത. അതെ, പണ്ട് ഞാൻ വെച്ച ഒറിജിനൽ ലോക്കറ്റ് ഇപ്പോഴും അയാളുടെ കയ്യിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അത് പുറത്തെത്തിക്കാൻ സാധിച്ചാൽ നമുക്ക് ആളെ കണ്ടുപിടിക്കാം. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാ ഉടനെ ചെയ്യണം. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം. എന്നാലേ നമുക്ക് യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അതെ, എല്ലാത്തിനും ശ്രീമഹേശ്വരൻ തന്നെ തുണ. തെറ്റ് ചെയ്തവരാരായാലും ഭഗവാൻ അവരെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. അതെനിക്ക് ഉറപ്പാ. ചായ അതിപ്പോ കൊണ്ടുവരാ രാഹുലേട്ടാ. അപ്പൊ നീ ഇതുവരെ എടുത്തില്ലേ? നിന്നോട് ഞാൻ ചായ എടുത്തോണ്ട് വരാൻ പറഞ്ഞല്ലേ? അത് രാഹുലേട്ടാ, ഞാൻ ചായ എടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴാ ഷർട്ട് അയൺ ചെയ്യാൻ പറഞ്ഞേ. അതാ വേഗം അയൺ ചെയ്യാന്ന് കരുതിയെ. എന്നിട്ട് അതെങ്കിലും ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇതാണോ നീ അയൺ ചെയ്തത്? അതെ. എന്ത് രാഹുലേട്ടാ? നീ അയൺ ചെയ്തിട്ട് ഇത് വൃത്തിയായോ? നോക്ക്, ചുളുകളെല്ലാം അതുപോലെ തന്നെ ഉണ്ട്.
ഇല്ല രാഹുലേട്ടാ, ഞാൻ നന്നായിട്ടാ ചെയ്തേ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ഭംഗിയായിട്ട് ചെയ്താ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. അല്ലെങ്കിൽ കെട്ടും കെട്ടി ഇവിടുന്ന് ഇറങ്ങിക്കോണം. എന്തിനാ രാഹുലേട്ടാ എന്നോട് ഈ ദേഷ്യം? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആഹാ, നീ എന്നെ ചോദ്യം ചെയ്യാറായോ? ചോദ്യം ചെയ്തെന്നോ? എന്റെ സങ്കടം ഞാൻ പറഞ്ഞതല്ലേ. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ വീടാ. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും. മനസ്സിലായോടി? ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. നീ എങ്ങോട്ടാടി ഈ പോന്നെ? രാഹുലേട്ടന് ചായ വേണ്ടേ? ഇപ്പൊ എടുത്തോണ്ട് വരാം. അപ്പൊ പിന്നെ ഈ ഷർട്ട് ആരാൻ ചെയ്യോടി? അത് ഞാൻ അയൺ ചെയ്തത് ഏട്ടന് ഇഷ്ടമാവാത്തോണ്ടാ. ഇഷ്ടമായില്ല, അതുകൊണ്ടെന്താ? എനിക്ക് ഇഷ്ടമാവുന്നത് പോലെ നീ അയൺ ചെയ്യണം, മനസ്സിലായ? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ വെറുക്കാതിരുന്നാ മതി. നിന്നെ വെറുക്കാൻ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ട് വേണ്ടടി. എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്ന ഭൂതനയാ നീ. കരയണ്ട, അല്ലെങ്കിൽ തന്നെ നിന്റെ മുഖം കണ്ട കാലം പോലും കരഞ്ഞു പോവും. അതിന്റെ കൂടെ മോങ്ങുകയും കൂടെ ചെയ്താ മതി. നിർത്തി നിന്റെ കള്ളക്കരച്ചില്. അതെ, അല്ലെങ്കിൽ വേണ്ട, നീ കരഞ്ഞോ. ഏതായാലും കരയുമല്ലോ. അപ്പോ നന്നായിട്ട് വേദനിച്ച് കരയും. അതിനൊരു വഴിയുണ്ട്. കരടി, നന്നായിട്ട് കരടി, കരടി, നന്നായിട്ട് നീ കരടി, 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 നന്നായിട്ട് കരടി. എന്താ രാജി, എന്താ പറ്റി? എന്റെ കൈ. അയ്യോ, ഇതെങ്ങനെയാ പൊള്ളിയേ? പൊള്ളിയതല്ലേ ചേച്ചി, പൊള്ളിച്ചതാ. രാഹുലേട്ടൻ അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ചതാ. എന്റെ ശ്രീമഹേശ്വര, ഞാൻ എന്തായി കേൾക്കുന്നേ? ഈ രാഹുലേട്ടൻ എന്താ പറ്റിയത്? ഞാൻ അയൺ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ പൊള്ളിച്ച്. എന്താ ഇവിടെ ഒരു ബഹളം? എന്തിനാ രാജി കരയുന്നേ? മഹേട്ടൻ രാജിയുടെ കൈ കണ്ടോ? ഇതെന്താ സംഭവിച്ചത്? എന്തിനാ രാജി മറക്കുന്നത്? നീ കാര്യം പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. രാഹുലേട്ടൻ അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ചതാ മഹിയേട്ടാ. സത്യമാണോ അത്? അതെ, രാഹുലേട്ടൻ എന്നോട് ഇപ്പൊ ദേഷ്യ. ഞാൻ എന്ത് ചെയ്താലും രാഹുലേട്ടൻ അത് കുറ്റമായിട്ടാ തോന്നുന്നേ. ഇത് കുറച്ച് കൂടുതലാ മഹിയേട്ടാ. നാവുകൊണ്ട് എന്തെങ്കിലും പറയുന്ന പോലെ അല്ല ഇത്. രാജി വിഷമിക്കാതെ, ഞാൻ രാഹുലിനോട് സംസാരിക്കാം. രാഹുൽ, രാഹുൽ, മഹിയേട്ടൻ എന്തിനാ വിളിച്ച? നീ ഇതെന്താ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്നത്? രാഹുലെ, മതി നിന്റെ നാടകം കളി. നീ ഒന്നും ചെയ്യാതെയാണോ രാജിയുടെ കൈ പൊള്ളിയത്? രാജി, ആ കൈയൊന്ന് അമ്മയെ കാണിച്ച്. എന്തൊക്കെയാ രാഹുൽ ഇത്? നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ?
ഇവള് ഞാൻ പറയുന്ന ഒന്നും കേക്കില്ല. എന്ത് പറഞ്ഞാലും ധിക്കാരം മാത്രമേ ഉള്ളൂ. എന്തിനാ രാഹുലേട്ട എങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ ചെയ്യുന്നത് എല്ലാം തെറ്റാ. എന്റെ ജീവിതം നീ നശിപ്പിച്ചു. ഇപ്പൊ എനിക്ക് നീ സമാധാനം പോലും തരുന്നില്ല. ഒരു ചായ ചോദിച്ചാ പോലും തരാൻ നിനക്ക് പറ്റില്ല. നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെയാണോ വേണ്ടത്? ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഭാഗത്തുനിന്ന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമാണ്. മഹിയേട്ടൻ അത് പറയാം. അനുഭവിക്കേണ്ടത് ഞാനാ. പുറത്തു നിന്ന് ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും. രാഹുൽ, ആരോട് നീ ഈ ശബ്ദം ഉയർത്തുന്നറിയൂ? മഹി നിന്റെ ഏട്ടനാ. എന്ന് വെച്ചാ നിന്റെ അച്ഛന്റെ സ്ഥാനം. അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നീ അവന് നേരെ ശബ്ദം ഉയർത്തുന്നത് എന്തിനു വേണ്ടി ആയാലും അത് തെറ്റ് തന്നെയാ. അമ്മ അവനെ ഒന്നും പറയണ്ട. നിനക്കെതിരെ ആര് സംസാരിച്ചാലും അത് ഞാൻ നോക്കിയിരിക്കില്ല മോനെ. അത് സ്വന്തം മോനാണെങ്കിലും. എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് നീ തന്നെയാ. നിനക്ക് ശേഷമേ ഉള്ളൂ മറ്റാരും. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നത്. നിനക്കെന്താ രാഹുലെ പറ്റിയത്? നീ സ്നേഹിച്ച പെൺകുട്ടിയല്ലേ രാജി? പിന്നെന്താ സന്തോഷത്തോടെ ജീവിച്ച? സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാ പോരല്ലോ. അതിന് ഇവളും കൂടി മനസ്സ് വെക്കണ്ടേ? കൂടെ നിന്ന് ഉപദ്രവിക്കാൻ നോക്കിയാൽ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? കരയാതെ രാജി, എല്ലാം ശരിയാവും. രാഹുൽ, ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാ. അതുകൊണ്ട് പരസ്പരം ക്ഷമിച്ചും അഡ്ജസ്റ്റ് ചെയ്തും ജീവിക്കണം. മഹി പറയുന്നതാ ശരി. അത് നീ അനുസരിച്ചേ മതിയാവും. മഹിയുടെ വാക്ക് അനുസരിക്കാത്ത ആരായാലും അവർക്ക് ഈ കൈലാസത്തിലോ എന്റെ മനസ്സിലോ സ്ഥാനം ഉണ്ടാവില്ല. നീ വിഷമിക്കണ്ട മോനെ. രാഹുലിനെ നമുക്ക് മാറ്റിയെടുക്കാം. നീ പറയുന്നതനുസരിക്കാത്ത ആരെയും ഈ അമ്മ അംഗീകരിക്കില്ല. അത് സ്വന്തം മകനായാൽ പോലും. നീയാണ് എനിക്കെല്ലാം. എനിക്കറിയാമേ, അമ്മയുടെ സ്നേഹ എന്റെ എല്ലാ വിജയങ്ങളുടെ ശക്തി. ദേവയാനിയെയും രാഹുലേട്ടനെയും മഹിയേട്ടൻ കണ്ണുടച്ച് വിശ്വസിച്ചിരിക്കുക. അത് മഹിയേട്ടന് ദോഷം ചെയ്യും. എല്ലാവരും കൂടി മഹിയേട്ടനെതിരെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനത് എങ്ങനെ മഹിയേട്ടനെ അറിയിക്കും? ദേവയാനി ആന്റിക്കെതിരെ ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും മഹിയേട്ടൻ എന്നോട് ദേഷ്യമാവുള്ളൂ. അത്രയ്ക്കും പാവം മഹിയേട്ടൻ അവരെ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് എങ്ങനെയാ മഹിയേട്ടനെ ദ്രോഹിക്കാൻ മനസ്സ് വരുന്നത്? ഇപ്പൊ അവരെ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും അത് മഹിയേട്ടനെ ദ്രോഹിക്കാൻ വേണ്ടിയാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ മഹിയേട്ടൻ അതിൽ പെട്ടുകൂടാ. എങ്ങനെയും ആ ആപത്തിൽ നിന്ന് മഹിയേട്ടനെ രക്ഷിക്കണം. അതിനെന്താ ഒരു വഴി? ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം മഹിയേട്ടനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ ഞാൻ വിജയിച്ചു. പക്ഷേ അതെങ്ങനെ സാധിക്കും? ആലോചിച്ചിട്ട്
ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഇവർ മനസ്സിൽ കണ്ടിരിക്കുന്ന പ്ലാൻ എന്താന്ന് മനസ്സിലാക്കി അത് തെളിവ് സഹിതം പൊളിച്ചെടുക്കണം. അതിന് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു നടക്കില്ല. ഗൗരി ചേച്ചിയുടെ സഹായം അത്യാവശ്യമാണ്. മഹിയേട്ടിന് വേണ്ടി എന്തിനും ഗൗരി ചേച്ചി എൻ്റെ ഒപ്പം നിൽക്കും. ഉടനെ ഗൗരി ചേച്ചി കാര്യങ്ങൾ അറിയിക്കണം. അതാ നല്ലത്. ഗൗരി ചേച്ചി. ഗംഗേ, ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. അത് പറയാനാണ് ഞാൻ ചേച്ചി വിളിച്ചത്. എന്താ ഗംഗേ? അത് ഇന്നിവിടെ ചില സംഭവങ്ങളുണ്ടായി. എന്താ രാജി, എന്തു പറ്റി? നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്ന് കരുതി ഇങ്ങനെയാണോ വേണ്ടത്? ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഭാഗത്തുനിന്ന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യ. മഹിയേട്ടൻ അത് പറയാം. അനുഭവിക്കേണ്ടത് ഞാനാ. പുറത്തു നിന്ന് ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും. നീ അവന് നേരെ ശബ്ദം ഉയർത്തുന്നത് എന്തിനു വേണ്ടിയായാലും അത് തെറ്റ് തന്നെയാ. അവർ പ്ലാൻ ചെയ്ത് എന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടാണ്. മഹിയേട്ടനോട് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മഹിയേട്ടനോട് വെറുതെ പറഞ്ഞാലും മഹിയേട്ടൻ അത് വിശ്വസിക്കില്ല ഗംഗേ. ഞാൻ മുൻപ് എത്രയോ തവണ അതിന് ശ്രമിച്ചതാ. ചേച്ചി ശ്രമിച്ചതാണോ? അതെ, ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചതാ. പക്ഷെ സാധിച്ചില്ല. ചേച്ചി ശ്രമിച്ചിട്ട് നടക്കാത്തത് ഞാൻ ശ്രമിച്ചാലും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നിരാശപ്പെടരുത്. അവസരം വരുമ്പോ തെളിവ് സഹിതം പറഞ്ഞാ മഹിയേട്ടനത് മനസ്സിലാവും. അതിനുള്ള അവസരം കിട്ടുമെന്ന് ശ്രമിക്ക്. ശരി ചേച്ചി, ഞാൻ ശ്രമിക്കാം. മാളു ഉണർന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ശരി. മഹിയേട്ടാ, എന്താ ഗംഗേ? രാജിയുടെ കാര്യം വലിയ സങ്കടാണ്. ആ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഞാനിത് ഇന്നലെ രാഹുലിനോട് പറഞ്ഞതാണല്ലോ. ഗംഗ കേട്ടതല്ലേ? അതെ, എന്നാലും മഹിയേട്ടൻ അമ്മയോട് കാര്യമായിട്ടെന്ന് സംസാരിച്ചാ ചിലപ്പോ എല്ലാം ശരിയാവും. അമ്മ രാഹുലേട്ടനോട് ഉറപ്പിച്ചെന്ന് പറഞ്ഞാ രാഹുലേട്ടൻ അനുസരിക്കും. അമ്മയ്ക്ക് പക്ഷെ ഇപ്പോഴും രാജിയോട് ദേഷ്യമുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ രാഹുലേട്ടൻ ഇപ്പോഴും രാജി ഉപദ്രവിക്കുന്നത്. അമ്മയുടെ മൗന അനുവാദം ഉണ്ടെങ്കിൽ രാഹുലേട്ടൻ എന്തും ചെയ്യാന്നുള്ള ധൈര്യം. അതൊക്കെ ഗംഗയ്ക്ക് വെറുതെ തോന്നുന്നതാ. രാജി നിലവിളക്കുമായി വലതുകാലു വെച്ച് ഈ വീട്ടിലേക്ക് കയറിയതിൽ പിന്നെ അവള് കൈലാസത്തിലെ മരുമകളാ. അമ്മ അത് എപ്പോഴേ അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങളാരും അമ്മയെ മനസ്സിലാക്കുന്നില്ല. അതാണ് എൻ്റെ സങ്കടം. ഇന്നലെ തന്നെ അമ്മ രാഹുലിനോട് പറഞ്ഞ് നീ കേട്ടതല്ലേ? അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാണ്. അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. അതേക്കുറിച്ച് ഗംഗയ്ക്കൊന്നും അറിയില്ല. അതാ. മഹിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാലല്ലേ എനിക്ക് അറിയാൻ കഴിയും. മഹിയേട്ട, എനിക്ക് കുട്ടിക്കാലം തൊട്ടേ മഹിയേട്ടനെ അറിയാവുന്നല്ലേ. അന്നെല്ലാം മഹിയേട്ടൻ എത്ര നല്ല ആളായിരുന്നു. ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അതെ, പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിപ്പോയെന്നെ. അങ്ങനെ സംഭവിക്കാതിരുന്നത്
അമ്മ എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അളവിൽ കൂടുതൽ പണം കയ്യിലുള്ള ധാരാളിയോ ധൂർത്തനോ ദുർനടപ്പുകാരനോ വഴക്കാളിയോ ഒക്കെ ഒരു മോശം മനുഷ്യനായിട്ട് ഞാൻ മാറിയേനെ. എനിക്ക് ദേഷ്യം കൂടുതലായിരുന്നു. എൻ്റെ ദേഷ്യം നല്ലതിനു വേണ്ടി ആവണമെന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മയായിരുന്നു. ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ അമ്മമാർ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ ചെറിയ തെറ്റുകൾ തിരുത്തി നേർവഴി കാണിക്കാൻ അമ്മ തന്നെ വേണം. അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ പിന്നീട് വലുതായി മാറും. അത് മതി ജീവിതം തകരാൻ.